കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇതേപോലെ നട്ടപ്പഴി വെയിലത്ത് നിന്നിട്ടില്ലെങ്കിൽ എൻ്റെ മുടി ഉണങ്ങൂലട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ വെയിലത്ത് നിന്ന് മുടി ഉണക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. എഗെയിൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് വന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫേസിൽ ജസ്റ്റ് ഒരു ടോണർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഡാപ്പ് ചെയ്തിട്ട് അതിനുശേഷം നല്ലൊരു സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഒരു എന്താ പറയുക, ഒരു ഹൈഡ്രേഷനൊക്കെ കിട്ടുന്ന ഒരു സൺസ്ക്രീൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫേസിലും നെക്കിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നല്ലൊരു ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു പിങ്ക് കളർ വരുന്ന ആ പാത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബീട്രൂട്ടിൻ്റെ ഒരു ലിപ് ബാം ഇല്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഫൗണ്ടേഷൻ ഞാനിപ്പോൾ ഇട്ട് നോക്കുന്നത് കേട്ടോ. ഫേസിൽ, മൂക്കിൽ, നെക്കിൽ, താടിയിൽ അങ്ങനെ ഓരോരോ വര ഇട്ടിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഫൗണ്ടേഷൻ ഞാൻ എന്തോ ഒരു ഫംഗ്ഷന് നമ്മുടെ ഡാൻസ് ഇല്ലായിരുന്നോ, അതിനേക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു കേട്ടോ. ഞാൻ തന്നെയായിരുന്നു മേക്കപ്പ് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അത് ഇട്ടതിന് ശേഷം ഞാൻ നമ്മുടെ എൻവൈബയുടെ സ്റ്റോപ്പ് ക്രീമില്ലേ, ഒരു പിങ്ക് ടിൻറ്റ് വരുന്ന അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് അടിപൊളിയാണ് കേട്ടോ. അത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഭാഗത്ത് കേട്ടോ നല്ലൊരു തിളക്കം കിട്ടണില്ലേ, അതേപോലെ തന്നെ നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോപ്പ് ക്രീം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ കവിളിൻ്റെ രണ്ട് ഭാഗത്തും അതേപോലെ മൂക്കിൻ്റെ മേലെ, നെറ്റീൻ്റെ മേലെ, ചുണ്ടിൻ്റെ താഴെ നമ്മുടെ താടി ഭാഗത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. കണ്ടോ, മൂക്കിൻ്റെ മേലെ അത് ഇട്ടപ്പോൾ കണ്ടോ മൂക്കൊന്ന് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് എടുത്ത് കാണിക്കുന്ന പോലെ തോന്നുന്നില്ലേ. അത് നന്നായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കാരണം ഇത് നന്നായിട്ടൊരു എന്താ പറയുക, നല്ലൊരു നല്ലൊരു ലുക്കാണ്. നിങ്ങൾ വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഞാൻ ഏതായാലും ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് ഇട്ടിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താ അറിയോ, കുറേ കാലങ്ങൾക്ക് ശേഷം ഞാനിപ്പോൾ കണ്ണെഴുതാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഈ കണ്ണെഴുതുക എന്ന് പറയുന്നത് ഞാൻ എന്നോ നിർത്തിയതാണ്. കാരണം കണ്ണെഴുതുന്ന സമയത്ത് കണ്ണിന് ചുറ്റും കറുപ്പ് വരുന്നത് കാരണം ഞാനത് എന്നോ നിർത്തിയതാണ്. പിന്നെ ഐലൈനർ മാത്രമായിട്ട് യൂസ് ചെയ്യായിരുന്നു. ഇപ്പം ഞാൻ വീണ്ടും ഇന്ന് ഞാൻ എഴുതിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ കണ്ണിന് ചുറ്റും കറുപ്പ് ഉണ്ടാവുമെന്ന് അറിയാം, എന്നാലും ഞാൻ കണ്ണെഴുതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി മസ്കാര ഇടലാണ് കേട്ടോ. മസ്കാര ഇട്ടിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് പോയി മാറ്റി മുടിയൊക്കെ കിട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അമ്മയുടെ ഇരുന്ന് അപ്പം നിന്ന് അടിപൊളിയായിട്ട് ചീത്ത കേൾക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ഗെറ്റ് റെഡീൻ്റെ അകത്ത് അനുഷ്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ പൊട്ട് മാറ്റിയിട്ട് ചെറിയ പൊട്ട് തൊടുമെന്ന്. ഇപ്പം ഞാൻ ചെറിയ പൊട്ട് തൊട്ടിട്ടുണ്ട്. ഈ ചെറിയ പൊട്ട്, കമ്മൽ, ഞാൻ ഇടാൻ വേണ്ടിയിട്ട് പോകുന്ന ലിപ്സ്റ്റിക്ക്, ഇത് മൂന്ന് എൻ്റെ അനിയത്തിൻ്റെ ആണ് കേട്ടോ. അവൾ വെച്ച് മറന്നു പോയത്. അവൾ കല്യാണം കഴിഞ്ഞ് പോയല്ലോ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ അവിടെ ഇട്ട് പോയി. അതൊക്കെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. കമ്മലിട്ടു, കുഞ്ഞ് പൊട്ട് തൊട്ടിട്ടുണ്ട്, വാച്ചും കെട്ടിയിട്ടുണ്ട്. ആ പിന്നിൻ്റെ കൊലേൻ്റെ അകത്തുനിന്ന് ഒരു പിന്നെടുത്തിട്ട് ഞാൻ ഷോളും ഇട്ടിട്ടുണ്ട് കേട്ടോ. ലിപ് ലൈൻ ചെയ്തിട്ട് നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ലിപ്സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് വാരി തേക്കാറില്ല. സെൻറ്റർ പോർഷനിൽ കുറച്ചാക്കിയിട്ട് അമ്മ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ലിപ്സ്റ്റിക്ക് ആക്കി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഗെറ്റ് റെഡി ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ടാറ്റാ.